കേരളത്തിൽ വ്യാപകമായ രീതിയിൽ പ്രവർത്തനം നടത്തിയ ഓൺലൈൻ സെക്സ് റാക്കറ്റ് പ്രവർത്തിച്ചിരുന്നത് ഗുരുവായൂർ കേന്ദ്രമാക്കി. സംഘത്തിലെ 3 പേരെ ഗുരുവായൂർ ടെമ്പിൾ പോലീസാണ് അറസ്റ്റ് ചെയ്തത്. റാക്കറ്റിലെ പ്രധാനിയും വാട്സ്ആപ്പ് ഗ്രൂപ്പ് അഡ്മിനുമായ ഗുരുവായൂർ നെന്മിനി വീട്ടിൽ അജയ് വിനോദ്, ഏജന്റുമാരായ കൊടുങ്ങല്ലൂർ SN പുരം, പനങ്ങാട് മാരോട്ടിക്കൽ MJ ഷോജിൻ, പടിഞ്ഞാറേ നടയിൽ ലോഡ്ജ് നടത്തുന്ന പാലക്കാട് പെരിങ്ങോട് ഐനിക്കാട് രഞ്ജിത്ത് എന്നിവരാണ് പിടിയിലായത്. പോലീസ് കമ്മീഷണർ നകുൽ ദേശ്മുഖ് രൂപീകരിച്ച സ്പെഷ്യൽ സ്ക്വാഡിലെ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ C പ്രേമാനന്ദകൃഷ്ണൻ, ടെമ്പിൾ ഇൻസ്പെക്ടർ G അജയ്കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പോലീസിന് പ്രാഥമിക ചോദ്യം ചെയ്യലിൽ കിട്ടിയത്. സിനിമ, സീരിയൽ മേഖലയിലുള്ളവരും ഇവരുടെ ഇടപാടുകാരാണ്. അന്വേഷണം വ്യാപിപ്പിക്കാനാണ് തീരുമാനം. ഗുരുവായൂരിലെ പ്രമുഖ ഹോട്ടൽ ഉടമയുടെ മകനാണ്. അച്ഛൻ വിനോദ് ദേവസ്വം കോൺട്രാക്ടറാണ്. നിരവധി ഹോട്ടലുകൾ ഇവർക്കുണ്ട്. സംഘത്തിലെ മറ്റൊരു ഗ്രൂപ്പ് അഡ്മിനായ സ്ത്രീയെ പിടികൂടാനുണ്ട്. 10,000-ലേറെ ഉപഭോക്താക്കളുള്ള 4 വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെയും ബ്രോഡ്കാസ്റ്റിംഗ് ഗ്രൂപ്പുകളുടെയും അഡ്മിനാണ് അജയ് വിനോദും പിടികൂടാനുള്ള സ്ത്രീയും. കേരളത്തിൽ ഏതു സ്ഥലത്തുള്ള ആളുകളുമായും ചേർന്ന് പ്രവർത്തിക്കും. ഓരോ പ്രദേശത്തും ഏജന്റുമാരുണ്ട്. ആവശ്യക്കാർ അവരുടെ സ്ഥലം അറിയിച്ചാൽ ആ പരിസരത്തുകാരായവരുടെ ചിത്രങ്ങൾ നൽകും. 1 വർഷത്തോളമായി ഇവർ പ്രവർത്തനം ആരംഭിച്ചിട്ട്. വിശ്വസ്തരായവരെ മാത്രമേ ഗ്രൂപ്പിൽ ചേർക്കുകയുള്ളൂ. ഒരു രാത്രിക്ക് 30,000 രൂപ നിരക്കിലായിരുന്നു ഓൺലൈൻ പെൺവാണിഭം. ടീം RMS എന്ന പേരിലാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് പ്രവർത്തിച്ചിരുന്നത്. സ്ത്രീകൾ അടക്കമുള്ളവർ ഏജന്റുമാരായുണ്ട്. കേരളത്തിലെ പല ലോഡ്ജുകളിലെയും ജീവനക്കാർ ഈ റാക്കറ്റിന്റെ ഭാഗമാണ്. വാട്സ്ആപ്പ് ഗ്രൂപ്പിലുള്ളവരെ കുറിച്ചെല്ലാം അന്വേഷിക്കും. അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിന്റെ എതിർവശത്തെ ലോഡ്ജിൽ നിന്നാണ് അജയ് വിനോദിനെ അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോഴാണ് ഏജന്റുമാരെ പറ്റി വിവരം കിട്ടിയത്. ഗ്രൂപ്പിന്റെ മറ്റൊരു അഡ്മിനാണ് ഒരു സ്ത്രീ. അവരെയും മറ്റ് ഏജന്റുമാരെയും പറ്റി അന്വേഷണം ഊർജിതമാക്കി. ഓൾ കേരള റിയൽ മീറ്റ് സർവീസ് എന്ന പേരിലാണ് ഈ ഗ്രൂപ്പ് അറിയപ്പെടുന്നത്. കേരളത്തിലെ പല ലോഡ്ജുകളിലെയും ജീവനക്കാർ സെക്സ് റാക്കറ്റ് സംഘവുമായി രഹസ്യമായി സഹകരിക്കുന്നുണ്ടെന്ന് പോലീസ് പറഞ്ഞു. 1-ാം പ്രതി ബാങ്ക് ജോലി ലഭിച്ചിട്ടും അതൊഴിവാക്കിയാണ് ഈ പ്രവൃത്തി ചെയ്തതെന്നും പോലീസ് അറിയിച്ചു. സംസ്ഥാന ഇന്റലിജൻസ് നൽകിയ സൂചനയാണ് വഴിത്തിരിവായത്. RMS എന്ന ചുരുക്കപ്പേരിൽ 9 വാട്സ്ആപ്പ് ഗ്രൂപ്പുകളാണ് അജയുടെ ഫോണിൽ പോലീസ് കണ്ടെത്തിയത്. പ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ 25,000 രൂപ മുതൽ 35,000 രൂപ വരെ ഒരു രാത്രിക്ക് വില പറഞ്ഞാണ് കച്ചവടം. സ്ത്രീകളുടെ ഫോട്ടോ ഗ്രൂപ്പിലിടും. ആവശ്യക്കാർ ഓൺലൈൻ വഴി പണം കൈമാറണം. സംസ്ഥാനത്തിന്റെ ഏത് ഭാഗത്തേക്കും സ്ത്രീകളെ എത്തിച്ചു നൽകും. ഈ ഗ്രൂപ്പ് 1 വർഷത്തോളമായി പ്രവർത്തിക്കുന്നുണ്ട്. ഇവരുടെ ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ചതിൽ നിന്ന് ഒരു ദിവസം 1 ലക്ഷത്തിലധികം രൂപയുടെ ഇടപാടുകൾ നടന്നതായി കണ്ടെത്തി.